2 വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് ഒരു സെൽഫി സ്റ്റിക്കും പിടിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നത്. ഇന്ന് ഈ വീഡിയോ ആദം ഫാംസിന്റെ ഈ ചാനലിലെ ഒരു നാഴികക്കല്ലാണ്. നമ്മൾ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പിജിയൻ ലോഫ്റ്റിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദം ഫാംസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കിൽ കാണുന്നതാണ് നമ്മളെ പുതിയ ലോഫ്റ്റ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മളൊരു വീഡിയോ ചെയ്ത് 2 വർഷങ്ങൾക്ക് ശേഷം ഈ വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ആദം ഫാംസിൻ്റെ ഹിസ്റ്ററിയിൽ ആ ഒരു ജേണിയിലെ ഒരു നാഴികക്കല്ലാണ് ഈ വീഡിയോ. നമ്മളെ പിജിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സബ്സ്ക്രൈബർ ഫാമിലിയോട് പറയാനുണ്ട്. ഈ ലോഫ്റ്റിൻ്റെ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മളെ പുതിയ ലോഫ്റ്റിൻ്റെ വിശേഷങ്ങളാണ്, ബേർഡിൻ്റെ വിശേഷങ്ങളൊന്നുമല്ല. അപ്പോൾ വാ നമുക്ക് അടിച്ചു പൊളിച്ച് പുതിയ ലോഫ്റ്റിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. ഫെബ്രുവരിയിലാണ് ഈ ലോഫ്റ്റിൻ്റെ വർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു ബേർഡിന് ലോഫ്റ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത് 2021 ഫെബ്രുവരിയിലാണ്. അപ്പൊ അത്രയും ഏതാണ്ട് ഒരു 1.5 വർഷക്കാലം സമയം എടുത്ത് ഈ ലോഫ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. കൊറോണ ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇതിന്റെ വർക്കൊക്കെ ഒന്ന് ക്ലിയർ ആയി കിട്ടാനുള്ള ഒരു കാലതാമസം എടുത്തു. പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഫണ്ടും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ലോഫ്റ്റ് ഒന്ന് ഈ രീതിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സമയത്ത് ചെയ്തോടെ തന്നെ ഒരുപാട് കോസ്റ്റ് നമുക്ക് എഫക്റ്റീവായിട്ട് കുറക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലോഫ്റ്റ് ഇത്രക്കധികം ബ്യൂട്ടിഫുൾ ആക്കാൻ ഒരാളും കൂടി ഉണ്ട്, പ്രിയപ്പെട്ട അൻസാറാണ് നമ്മൾ ഈ ലോഫ്റ്റിന്റെ എല്ലാ സ്ട്രക്ചറൽ വർക്കുകൾ, ഇൻഡസ്ട്രിയൽ വർക്കുകൾ, കേജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും അൻസാറാണ് ചെയ്യുന്നത്. അപ്പൊ അൻസാറിനോട് പ്രത്യേകം നമ്മൾ ആ ഒരു ഹൃദയത്തിലുള്ള നന്ദി ഈ വീഡിയോയിൽ സൂചിപ്പിക്കുകയാണ്. അൻസാറിനായിട്ട് വേറെ ഒരു വീഡിയോയിൽ നമുക്ക് ഒന്ന് വിശേഷങ്ങളൊക്കെ പറയാം. ഈ ലോഫ്റ്റ് ഏതാണ്ട് 30 അടി നീളത്തിലും 25 അടി വീതിയിലും ഏതാണ്ട് 750 സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടലി ലോഫ്റ്റിനുള്ളത്. ഏതാണ്ട് ഒരു 15 അടിയോളം ഹൈറ്റും ഈ ലോഫ്റ്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലോഫ്റ്റിന് നിലവില് ഒരു ഓവൽ അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓവൽ ടൈപ്പിലാണ് നമ്മൾ കൂടുകള്, ബ്രീഡിംഗ് കേജുകൾ നമ്മൾ പണിതിട്ടുള്ളത്. 3 അടി നീളം 3 അടി വീതി 2 അടി ഹൈറ്റ് എന്നുള്ള മെഷർമെന്റിലാണ് നമ്മൾ കൂടുകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് ചെയ്യണ ബേർഡുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ കൂടുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 36 കേജുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ കേജുകളൊക്കെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും ഗ്യാഡിറ്റാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അവരെ അങ്ങനെ സിംഗിൾ ആയിട്ട് ഇടാൻ വേണ്ടി പാർട്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബ്രീഡിങ്ങിന് ആവശ്യമുള്ളപ്പോൾ എടുത്ത് മാറ്റാം. അങ്ങനെ 72 കേജായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മാത്രമല്ല കേജുകളിൽ നമ്മൾ ഫീഡിനും ഗ്രിറ്റ് വെക്കാൻ അതുപോലെ തന്നെ അവർക്ക് നിൽക്കാനുള്ള ഒരു സ്റ്റാൻഡും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ഫെസിലിറ്റിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രീഡിംഗ് കേജിന്റെ വിശേഷങ്ങൾ. അപ്പൊ ബ്രീഡിംഗ് കേജസിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ 3 കോളനി സെറ്റ് ചെയ്തിട്ട് ആ ഏരിയയിൽ 3 കോളനിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ കമ്പനീസ് ഒക്കെ വന്നാൽ നമുക്ക് ഇരുന്ന് വർത്താനം പറയാനുള്ള ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോർ റൂം ഉണ്ട്, ഫീഡും അതേപോലെ തന്നെ ടാങ്കും വാഷ് ചെയ്യാനുള്ള സ്റ്റോർ റൂം ഉണ്ട്. പിന്നെ 3 കോളനിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 3 കോളനിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോളനി നമ്മൾ ക്ലാസസിൽ തന്നെ ചെയ്തിട്ടുള്ളത്. മണക്കേജ് ആക്കണമെങ്കിൽ നമുക്ക് മണക്കേജ് ആക്കാം. സത്യം പറഞ്ഞാൽ സ്റ്റിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും നമുക്ക് നമ്മളെ ലോഫ്റ്റിന്റെ ട്രെയിൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും നമ്മളെ ലോഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ, പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എങ്ങനെ ഇതിന്റെ ക്ലീനിങ് എങ്ങനെ റൂട്ടീൻ ആക്കണം, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, വേറെ എന്തെങ്കിലും ബേർഡുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളത് നമ്മൾ സ്റ്റിൽ ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേജുകളൊക്കെ അത്യാവശ്യം ഫില്ലാവാനുണ്ട്. ബേർഡുകളൊക്കെ സ്റ്റിൽ നമ്മൾ പഴയ ലോഫ്റ്റിലാണ്, മുകളിലാണ് കഴിക്കുന്നത്. ഒരുപാട് ബേർഡുകൾ വിശേഷങ്ങളൊക്കെ പുതിയത് നമുക്ക് നിങ്ങളടുത്ത് പറയാനുണ്ട്. അപ്പൊ കോളനി 6 നമ്മൾ കോളനി എടുക്കുന്നത്. പേർച്ചസ് ഒക്കെ ഉണ്ട്. സെന്ററില് നമ്മള് ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോറ് പുറത്തെ വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട്. വർക്ക് ഇച്ചിരി പെൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ളിലെ കോളനിയിൽ നിന്ന് പുറത്തൊരു ഏരിയ പോലെ ബേർഡുകൾക്ക് പറക്കാനും വെയിലൊക്കെ കൊള്ളാനുള്ള ഒരു സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ജസ്റ്റ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് കോളനി. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇതിനെല്ലാ സംവിധാനങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇരിക്കാം, കമ്പനി അടിക്കാം, അടിച്ചു പൊളിച്ചിരിക്കാമല്ലോ. വന്നു കഴിഞ്ഞാൽ
സമാധാനല്ലേ. പിന്നെ ഇത് നമ്മളെ സ്റ്റോറൂമാണ്. സ്റ്റോറൂമിൽ വാട്ടർ ടാങ്ക്, അതേപോലെ തന്നെ വാഷിനൊരു ഏരിയ, അതൊക്കെ തന്നെ സ്റ്റോറൂമിൽ മെയിൻ ആയിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. ഞാൻ ജസ്റ്റ് നമ്മുടെ ലോഫ്റ്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ താല്പര്യം പോലെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മളെ ലോഫ്റ്റിന്റെ മേക്കിംഗ് വീഡിയോ വേണോ എന്നുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് പ്രകാരം അത് നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം. പിന്നെ അതേപോലെ തന്നെ നമ്മളിതിന്റെ കോസ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോൾ എത്ര ആയി, എങ്ങനെ ഉണ്ടാവുന്നു, നല്ലൊരു കോസ്റ്റ് നമുക്ക് ആയിട്ടുണ്ട്. അപ്പം അതൊന്നും ഞാൻ പറയണില്ല. അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് പ്രകാരം ഭാവിയിൽ നമുക്ക് വീഡിയോ ആയിട്ട് വേറെ വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യാം. ഒരുപാട് വീഡിയോസ്, ബേർഡുകളുടെ വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളെ മുൻപ് ചെയ്തിരുന്ന പോലെ തന്നെ കാരിറ്റാനോസിന്റെ വീഡിയോസ് ഓൾറെഡി പെൻഡിങ്ങിലുണ്ട്. നമ്മളെ സുൽത്താനും റോക്കിയും ലിയോ ഒക്കെ നിങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. റോക്കിക്ക് ഇച്ചിരി മോൾട്ടിങ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഭയങ്കര കുറുമ്പാണ്. ഇവരൊക്കെ നിങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വേറെ ഒരുപാട് വീടുകളും വിശേഷങ്ങളും പറയാനുണ്ട്. അപ്പൊ സ്റ്റിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. ഗുഡ് ബൈ. അപ്പോ ഇത്തരം കാര്യങ്ങളാണ്. ആരത്? അയ്യോ, ഇതെന്താ? എന്തുവാടാ? വാ വാ വാ. ഇതെന്താ പറഞ്ഞേ? ഇതെന്താ? 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 പ്രാവുകൂടാ? പ്രാവുകൂടാ. അയ്യോ.